ഹലോ, ഇന്നതൊരു അടിപൊളി റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. അത് മുരിങ്ങക്കോളും ചെമ്മീനും വെച്ചുള്ള സംഭവമില്ല, പൊളി ടേസ്റ്റ് ആട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോലെ. ഇതിനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നാൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1.5 ഉള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. 1.5 ഉള്ളി പറഞ്ഞത് മനസ്സിലായോ? ഒരു ഉള്ളിയും വേറൊരു ഉള്ളീൻ്റെ പകുതി. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഉള്ളിയിൽ കൂടുതലൊന്നും കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ ടൈമിന് നമുക്കിതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് വെന്ത് വന്നാൽ ഇതിലേക്കൊരു മീഡിയം സൈസ് തക്കാളിയും കൂടി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിന് ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കോലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങക്കോൽ ചെറുതായി കട്ട് ചെയ്ത് അതിൻ്റെ നടുവിന്നും കൂടി കട്ട് ചെയ്തിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ വേഗം വെന്ത് കിട്ടും. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സംഭവമില്ല, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ മുരിങ്ങക്കോലൊക്കെ വേഗം വെന്ത് കിട്ടും. അങ്ങനെ ഇതാ മുരിങ്ങക്കോൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതില്ലേ നമ്മളെ ചോറിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയില്ലേ, നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല എരിവ് ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവുള്ള മുളക് പൊടിയില്ലേ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മുളകിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെമ്മീനൊന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടിയിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ചെമ്മീനെ പിന്നെ വേഗം വേകുകയും ചെയ്യും. പിന്നെ ഈ ഒരു ടൈമിന് ഞാൻ ഇതിലേക്ക് 3 പച്ചമുളകും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല, പച്ചമുളക് ഈ ഒരു ടൈം ഇട്ട് കൊടുക്കുന്നില്ലേ, ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്. അങ്ങനെ ഇതാ നമ്മൾ ചെമ്മീനിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പിൽ കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ കാണുന്ന വെള്ളം പോലെ ഇതിലുണ്ടാവില്ല. നമ്മൾ ചെമ്മീനെല്ലാം വന്ന വെള്ളം കേട്ടോ ഇത്. അല്ലാണ്ട് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതാ സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്തായാലും ഒരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി എന്തായാലും പറയണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ തീ ഓഫ് ചെയ്യാം. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.